നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം. ഹൃദയസ്തംഭനം ഉണ്ടായി എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. ഇംതിയാസ് കരീം നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, അവസാനത്തെ മെഡിക്കൽ ബുള്ളറ്റിനും നമുക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല. പുതിയ ബുള്ളറ്റിൻ എപ്പോഴാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആര്യ, ഈ MT വാസുദേവൻ നായർ മാസ്റ്റർ ഇപ്പോഴും ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ, കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് എന്ന വിവരമാണ് ഈ മണിക്കൂറിലും നമുക്ക് ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഈ വെന്റിലേറ്റർ പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ഒരു പക്ഷേ പോകേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ ICUവിൽ തന്നെ എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടോടെയും കൂടെ ICUവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടരുകയാണ് എന്ന് ഡോക്ടർമാർ തന്നെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിചരണത്തിനായി ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ MN കാരശ്ശേരി മാഷ്, അതുപോലെ തന്നെ വലിയ നേതാക്കൾ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവിടെയുള്ള ബന്ധുക്കളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ MA ബേബി അല്പസമയം മുൻപ് ഇവിടെ എത്തി അദ്ദേഹത്തെ സന്ദർശിക്കാനായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഗോവ ഗവർണറായിട്ടുള്ള ശ്രീധരൻ പിള്ള ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ MN കാരശ്ശേരി മാഷെല്ലാം നേരത്തെ തന്നെ സംസാരിക്കുന്ന സമയത്ത്, അവിടെ പോയി ബന്ധുക്കളോട് സംസാരിക്കുന്ന സമയത്ത്, ഡോക്ടർമാരോടക്കം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വലിയ രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഒരു ശ്വാസമെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ശ്വാസം എടുക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെയാണ് MN കാരശ്ശേരി മാഷടക്കം ഇവരെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ കൂടുതൽ ജനപ്രതിനിധികൾ, പ്രമുഖർ, എഴുത്തുകാർ, അങ്ങനെയുള്ള ആളുകളൊക്കെയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. നേരത്തെ MN കാരശ്ശേരിയും മന്ത്രി മുഹമ്മദ് റിയാസും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു ഡോക്ടർമാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഇപ്പോൾ MT വാസുദേവൻ നായരെ കാണാൻ വേണ്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയൊരു ആൾക്കൂട്ടം തന്നെ ആശുപത്രിക്ക് മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കൾ, നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ്, MN കാരശ്ശേരി, MA ബേബി, MK മുനീർ, AK ശശീന്ദ്രൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള നേതാക്കളൊക്കെയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തോട് കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞത് സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കണ്ണു തുറക്കുകയോ തിരിച്ചറിയുകയോ ബോധമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഹൃദയസ്തംഭനം ഉണ്ടായി എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി PS ശ്രീധരൻ പിള്ള കൂടി MT വാസുദേവൻ നായരെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഭേദപ്പെട്ടു വരും, സുഖം പ്രാപിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴിതാ വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത്. ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിരീക്ഷിക്കുന്നുണ്ട്. ഇംതിയാസ് കരീം നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഇംതിയാസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറേ നേതാക്കൾ, അത് സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആര്യ, ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയാണ് അല്പസമയം മുൻപ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അദ്ദേഹം സന്ദർശനത്തിനായിട്ട് ICU ഭാഗത്തേക്കുള്ളിലേക്ക് പോയിട്ടുണ്ട്. ഈ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ ബന്ധുക്കളോട് ബന്ധപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിയ മന്ത്രി AK ശശീന്ദ്രൻ അടക്കം ബന്ധുക്കളുമായി സംസാരിക്കുന്ന സമയത്ത് അറിയാൻ സാധിച്ചത്, ഒരു ആരോഗ്യനിലയിൽ ഒരു തൃപ്തികരമായ ഒരു പുരോഗതി ഉണ്ടാവുന്ന സമയത്ത് ആ സമയം തന്നെ, ആ നിമിഷം തന്നെ ഡോക്ടർമാരെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ ആ തരത്തിൽ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ നമുക്കത് പുറത്തറിയിക്കാം എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അത് എപ്പോൾ വരുമെന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. അതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ ഗോവ ഗവർണറെ കണ്ടതുപോലെ തന്നെ നിരവധിയായ ആളുകൾ, രാഷ്ട്രീയ രംഗത്തെയൊക്കെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും വന്നു പോകുന്നുണ്ട്. നേരത്തെ MA ബേബി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും അകത്തു തന്നെയാണുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് ഇങ്ങോട്ട്
ഇങ്ങോട്ടേക്ക് എത്തിയത്, സന്ദർശിക്കാനായി എത്തിയതാണ്. വരുന്നവരെല്ലാം തന്നെ അടുത്ത ബന്ധുക്കളുമായി സംസാരിക്കുന്നുണ്ട്. നേരത്തെ ഇവരുടെ മൂത്ത മകൾ ഇവിടെ 10 ദിവസം മുൻപ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. 10 ദിവസം മുൻപ് വന്ന് MTയെ കാണുകയും MTയോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് അവർ വിദേശത്തേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ ഇനി അത്തരത്തിൽ അടുത്ത പുറത്തുള്ള വിദേശത്തുള്ള ബന്ധുക്കളൊക്കെ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എത്താനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണ ആരോഗ്യ ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖർ വന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളൊക്കെ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ നമുക്ക് നല്ലൊരു വാർത്ത, അദ്ദേഹം ഭേദപ്പെട്ടു വരുന്നു എന്നൊരു നല്ല വാർത്ത കേൾക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.